ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. അപ്പം ഇന്ന് എന്റെ കൂടെ 2 പേരുണ്ട്. ആരൊക്കെയാണ് അവർ? ഞാൻ ദീപു, ഞാൻ അപ്പു. ഓക്കെ, ഇത് ദീപു, ഇത് അപ്പു ഗൈസ്. ഇവർ രണ്ടുപേരുമാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് എത്ര വർഷമായി? 6 വർഷം, 5-6 വർഷമായി. കുറെ വർഷം ഗൈസ്. അപ്പം ഇത്രയും വർഷത്തിനിടയ്ക്ക് നടന്ന കുറച്ച് സംഭവങ്ങൾ, അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ കുറെ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഇതായിരിക്കും എന്റെ ചാനലിൽ വരുന്ന ആദ്യത്തെ ഫുൾ ലെങ്ത് വീഡിയോ. ഒരു ബ്ലോഗായിട്ട് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതായിരിക്കും. ഇത് ചാനൽ തുടങ്ങാൻ ഞാൻ കാണിച്ച ഉത്സാഹമൊന്നും പിന്നീട് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാണിച്ചിരുന്നില്ല. ആദ്യത്തെ 2-3 ഷോർട്സ് അപ്ലോഡ് ചെയ്തല്ലാണ്ട് പോസ്റ്റ് ചെയ്യാൻ ഒരു ഉത്സാഹവും ഞാൻ കാണിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് ഇതായിരിക്കും എന്റെ ചാനലിലെ ആദ്യത്തെ ഫുൾ ലെങ്ത് വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാ കാണുന്നത്? ഫസ്റ്റ് ചളിയടിക്കാതെ പറ. നമ്മളപ്പം കാണുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്, ജെനി. അവളിപ്പോ ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് വേറെ ഏതോ സ്ഥലത്താണ്. നമ്മൾ കുറച്ച് നാളായി കോണ്ടാക്ട് ഒക്കെ എല്ലാരും പ്രോപ്പറായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട്, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അതാണ് സത്യം. ജെനി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി ജെനി. യെസ്, വി മിസ് യു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ജെനിയുടെ വീട്ടിൽ വെച്ചിട്ടാ. ബാക്കി ദീപു പറയും. ആദ്യം കാണുന്നത് ജെനിയാണ്. ജെനി വഴിയാണ് ഒരു ലൂപ്പ് പോലെ ഒരു സാധനം ഇട്ട് തരാം. ജെനീന്റെ ഫ്രണ്ടാണ് ഇവൻ, ഇവന്റെ ഫ്രണ്ടാണ് ഇവൻ, ജെനീന്റെ ഫ്രണ്ടാണ് ഞാൻ. ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന 2 ഫ്രണ്ട്സ് വെച്ച് ഇവന്റെ ഫ്രണ്ടാണ് ജെനിയും ഇവനും. ഞാൻ ഇതിനകത്ത് പെട്ടെന്ന് കയറുന്ന ഒരാളായിരുന്നു. ജെനിയുടെ ഫ്രണ്ടാണ് ഇവൻ. യെസ്, ജെനീന്റെ ഫ്രണ്ടാണ് ഞാനും ഇവനും. ഇവരായിരുന്നു അപ്പൊ വലിഞ്ഞേറി വന്നവർ. ഞാനാണ് വലിഞ്ഞേറാണ്. ശരിക്കും നീ അല്ല വലിഞ്ഞേറാണ് ഇവളാ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇങ്ങനെ റീൽ ഉണ്ട്. നമ്മളൊരു ഷോർട്ട് ഫിലിം എടുക്കുന്ന ഇതിലായിരുന്നല്ലേ ഗൈസ്? അത് ആക്ച്വലി ഒരു പ്രാങ്ക് അല്ലേ? അല്ല, നമ്മള് ഇവിടെ വിളിച്ചത് ഒരു പ്രാങ്ക്. ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, എപ്പോഴും ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അതിന്റെ 2ാമത്തെ ദിവസം ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ജെനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡയറക്ടറാണ്, അവൻ വീട്ടിൽ വന്നിട്ടുണ്ട്, അപ്പൊ അവന് നിന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടപ്പോ നിന്നെ ഇഷ്ടപ്പെട്ട് അവരുടെ പുതിയ അപ്കമിങ് ഷോർട്ട് ഫിലിമിലേക്ക് നിന്നെ സെലക്ട് ചെയ്തു, നീ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വരാം. അപ്പൊ അവരെ കണ്ടത് സംസാരിക്കണം. അപ്പൊ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോ, ഓ വീട്ടിൽ ഷോർട്ട് ഫിലിം ഒക്കെ ആയില്ലേ, മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജെനിയുടെ വീട്ടിൽ ചെന്നു. ജെനിയുടെ വീട്ടിൽ ചെന്നപ്പോ റോഡിൽ വെച്ചിട്ട് നമ്മൾ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അവളെ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഉത്സവ പറമ്പിലെ പള്ളി പെരുന്നാളിന്റെ ഇടയ്ക്ക് വായി നോക്കി ഇടയ്ക്ക് കണ്ടതായിരിക്കും, സത്യം അതാണ്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം ഇവൻ ആ സമയത്ത് നിനക്ക് ഇവനെന്തോ പറ്റിയിട്ടില്ല, നമ്മളോട് ആരോടും മിണ്ടാണ്ട്. അങ്ങനല്ല, ഫസ്റ്റ് വന്നപ്പം മിണ്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അത്രേ ഉള്ളൂ. അപ്പു ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് ഒന്നല്ല, ഞാൻ മിണ്ടുന്നവർക്ക് മിണ്ടും. യെസ്, ഇവൻ നമ്മളോട് മിണ്ടുന്നില്ലായിരുന്നു, അതാണ് സത്യം. അപ്പൊ നമ്മൾ അങ്ങനെ അല്ല, ഇവര് 3 പേരോട് അവർ ഭയങ്കര എന്തോ ചർച്ചയായി കാര്യങ്ങൾ മൈൻഡ് ചെയ്യാത്ത പോലെ. അവര് ഭയങ്കര ഡയറക്ടറായി, അഭിനേതാവായി, എന്താ ചെയ്യാ. അങ്ങനെ തുടങ്ങി. അവിടെ വെച്ച് നമ്മൾ കണ്ടു. നമുക്ക് കുറെ നേരം നമ്മൾ അവിടെ നിന്ന് സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ നമ്മൾ എല്ലാവരും ഗ്രൂപ്പ് കോൾ ചെയ്ത് സെൽഫി ഒക്കെ സ്റ്റോറി ഇട്ടായിരുന്നു. തുടങ്ങിയിട്ടില്ലേ? പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ കോളൊക്കെ ചെയ്ത് തുടങ്ങി? അല്ല, അന്ന് തന്നെ നമ്മൾ ഗ്രൂപ്പ് കോൾ ചെയ്തോടി. ദീപു എല്ലാം മറന്നു ഗൈസ്. മറന്നിട്ടൊന്നുമില്ല. യെസ്, അപ്പൊ നമ്മൾ എല്ലാവരും അന്ന് ഗ്രൂപ്പ് കോൾ ചെയ്ത്, ആ ഗ്രൂപ്പ് കോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറെ നല്ലൊരു ഡ്യൂറേഷനിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു കൂട്ടം ഗ്യാങ്ങിലും ആൾക്കാര് കുറെ നേരം നമ്മൾ സംസാരിച്ച്. അവിടെയായിരുന്നു നമ്മളുടെ ജാഡ എന്ന ഗ്രൂപ്പിന്റെ ടേണിംഗ് പോയിന്റ്. ജാഡ എന്ന പേരിട്ടത് ഞാനാണ്. അതൊക്കെ കുറെ നമ്മൾ ആലോചിച്ചിട്ട് കുറെ തീരുമാനിച്ചെടുത്ത പേരാ. കാരണം ബിക്കോസ് ജാഡ, JADA, J ഫോർ ജെനി, A ഫോർ അഭിനന്ദ്, അപ്പു, അത് മതി. പിന്നെ D ഫോർ ദീപു, A ഫോർ പിന്നെയും അനീഷ. അതായിരുന്നു നമ്മുടെ ജാഡ എന്നുള്ള പേരിന്റെ എന്തെന്ന് പറയുന്ന മറ്റേ സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയുന്ന സാധനം. അത് കഴിഞ്ഞിട്ട് ഭയങ്കര പ്ലാനിങ് ആണ് ഗൈസ്. നമ്മൾ വിളിച്ചിട്ട് സംസാരിക്കുന്നത് 3-4 മണിക്കൂർ. ഈ 3-4 മണിക്കൂർ കാര്യങ്ങളൊക്കെ സോറി ഗൈസ്, എനിക്കൊരു കോള് വരുന്നത്. ഓക്കെ ഗൈസ്, ഐ ആം ബാക്ക്. അപ്പൊ ഭയങ്കര പ്ലാനിങ്. ഈ 3-4 മണിക്കൂറുള്ള കോളില് നമ്മൾ സംസാരിക്കുന്ന മൊത്തം എന്താണ്? ട്രിപ്പ് പ്ലാനിങ്. എന്തെങ്കിലും കാലത്ത് എല്ലാവർക്കും ലൈസൻസ് ഒക്കെ കിട്ടി, എല്ലാവരും സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്ത്, പക്ഷെ എല്ലാവർക്കും ലൈസൻസ് ഒക്കെ കിട്ടി, വണ്ടിയൊക്കെ സ്വന്തമായിട്ട് എടുക്കുന്ന സമയത്ത് ഭയങ്കര
പ്ലാനിങ് സ്വപ്നം ഇവിടെ കാണുന്നതിന് ഇവിടെ പറയും ജാക്കറ്റും ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ഞാൻ പകുതി വരെ ജെനി ഇവന്റെ വണ്ടിയിൽ, ഞാൻ ഇവന്റെ വണ്ടിയിൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവന്റെ വണ്ടിയിൽ, ജെനി ഇവന്റെ വണ്ടിയിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാനിങ്. ഒരു അവസാനം എല്ലാം മൂച്ചി. ഞാൻ അത് ഞാന് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ നിങ്ങൾ പറഞ്ഞു എന്റെ വോയിസ് നീ തന്നെ പറഞ്ഞു. നീ തന്നെ പറയണത്. നിങ്ങൾ ഇവിടെ പല ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. എല്ലാം ഇപ്പൊ തന്നെ കിട്ടണം. അത് ഒരു മിനിറ്റ് ഗൈസ്. കുറച്ച് ചില ചുറ്റത്തരങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കണ്ടുപിടിക്കണം. നമ്മൾ ഉത്തരം കിട്ടാത്ത ചോദ്യം ഉള്ളതിലുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന ഉത്തരം ഇവിടെ പറയണം. ഒരു ബ്രേക്കപ്പ് പാച്ചപ്പ് അങ്ങനെ ഒരു ഇതിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ്. അതങ്ങനെ കിടക്കൊന്നും വേണ്ടിയിട്ടില്ല. വരുന്നുണ്ട്. എന്തായിരുന്നു എന്താണ് കുറച്ചാൾ ബ്രേക്ക് എടുത്ത്. അത് കഴിഞ്ഞ് നമ്മള് വീണ്ടും ഒരു മീറ്റപ്പിലേക്ക്, അല്ല നമ്മൾ ആദ്യത്തെ മീറ്റപ്പിന് ശേഷം വേറെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. 2 മീറ്റപ്പ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മീറ്റപ്പിലാണ് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയത്. എന്റെ ഒരു ഓർമ്മ അതാണ് ഞാൻ തുടങ്ങിയത്. നമ്മൾ കൂടുതൽ കമ്പനിയായിട്ട് കൂടുതൽ അടുത്ത് വീട്ടിൽ വന്ന് ഇവിടെ വെച്ചാൽ നമ്മൾ രണ്ടാമത് കൂട്ടായി എന്ന് വെച്ചാൽ നമ്മൾ അല്ല ചില അടിച്ചാൽ മതി. രണ്ടാമത്തെ മീറ്റപ്പിന് മുമ്പ് നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് തുടങ്ങിയില്ല. കാരണം ഗ്രൂപ്പിന് പേരെന്തോ പറഞ്ഞുകൂടാ. ഒന്നും അറിഞ്ഞൂടാ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ജാട എന്നുള്ള സാധനം ടീഷർട്ടിന്റെ കാര്യമൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മള് രണ്ടാമത്തെ മീറ്റപ്പ് എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പൊ നമ്മള് ഗൈസ് ഇവിടെ ബിഹേന്റെ ക്യാമറന്റെ ശേഷി നിപ്പുണ്ട്. നമ്മള് രണ്ടാമത്തെ മീറ്റപ്പിൽ എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഭയങ്കരമായിട്ട് കമ്പനി ആവുന്നത്. അന്ന് എന്റെ ചേച്ചി അത് നമ്മളവിടെ വെറുതെ ഇരിക്കുകയാണ്. നമ്മള് വീട്ടുകാരെ പറ്റിച്ച് നമ്മൾ സ്റ്റോറി എഴുതാൻ വരുമെന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ പറ്റിച്ച് നമ്മൾ റൂമിൽ കയറി കഥ അടച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങി എന്തൊക്കെയോ ചെയ്തു. നമ്മള് ഉറങ്ങിയത് ഞാൻ അറിയില്ല. ഉറങ്ങില്ല. എന്റെ ചേച്ചി സത്യങ്ങൾ പുറത്തു വരുന്നു. ഞാൻ പറഞ്ഞില്ല. എന്റെ പാവം ചേച്ചി കൂടെ കൂടെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഡോറ് നോക്കി എന്നിട്ട് ചായ, വെള്ളം, ബിരിയാണിന്റെ സാലഡ് ഉണ്ടാക്കിയ മറ്റേ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കുക്കുമ്പർ പോലും ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു തന്നു. ഓർമ്മയില്ല ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടു തന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ സെക്കൻഡ്. അതുകൂടെ കഴിഞ്ഞിട്ടാട്ടോ മറ്റേ മിണ്ടാതിരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി ഗൈസ്. മുളകാ പറഞ്ഞ ഫ്ലോയില് ദീപു നീ ഒറ്റയ്ക്ക് ബാംഗ്ലൂർ അല്ല, അതിന് മുമ്പൊക്കെ എത്ര കാര്യങ്ങളുണ്ട്. അത് വിട്. അല്ല അതല്ല, നല്ല കാര്യങ്ങളുണ്ടല്ലോ. അല്ല അയ്യ അതൊന്നല്ല. നീ ഇവിടെ കാണിക്കുന്നതിന്റെ കൂടെ കാണിച്ചില്ല. എക്സ്ക്ലൂസീവ് ആയിട്ടൊന്ന് കട്ടിട്ട്. ഓക്കെ അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ ഒരു ദിവസം ബാംഗ്ലൂർ വെച്ച് ഞാൻ ഇവനെ വിളിച്ച് ഇവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ദീപു എനിക്ക് സങ്കടം വരുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടുള്ള ചൂടല്ലേ നീ തിന്നാതെ കൊണ്ട് പറ മാറ്റി ക്യാമറ. അങ്ങനെ ഞാൻ ഒരു ദിവസം ബാംഗ്ലൂർ വെച്ചിട്ട് ദീപുവിനെ വിളിച്ചത്. ഞാൻ ചോദിച്ചു ദീപു നമ്മുടെ പഴയ ഫ്രണ്ട്ഷിപ്പിന് തിരിച്ചു വരുമെന്ന് വെച്ചു. ദീപു പറഞ്ഞു അറിയത്തില്ല. ദീപു ആ സമയത്ത് ഭയങ്കര ഫഗ്ഡപ്പാണ്. അപ്പോഴാണ് ദീപു എന്നോട് പറയുന്നത് നീ അപ്പുവിനെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അന്ന് എന്റെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ഇടയ്ക്ക് ഞാൻ അപ്പുവിനെ വിളിച്ചു. അപ്പൊ അപ്പുവിനെ വിളിച്ചിട്ട് അപ്പുവിന്റെ ആദ്യത്തെ ഹലോയില് തന്നെ ഞാൻ കരഞ്ഞു ഗൈസ്. അതായത് നമുക്ക് വിലയില്ലെന്ന്. നിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചല്ലേ, ഇവനെ നീ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചല്ലേ. അപ്പുവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത് ഒറ്റ ചോദ്യം, ഫ്രണ്ട്ഷിപ്പിന് തിരിച്ചു വരൂ. അപ്പൊ അപ്പു അറിയത്തില്ല, നമുക്ക് നോക്കാന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തലകുത്തി കിടന്ന് 3-4 പേര് നോക്കി കഴിച്ചു. നടന്നില്ല. 3 പേര് നമ്മള് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക്, പക്ഷെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂര് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് തിരിച്ച് കേരളത്തിൽ വന്നു. എന്തിനോ വേണ്ടി തിരിച്ച് കേരളത്തിൽ വന്നിട്ട് നമ്മൾ വീണ്ടും ട്രൈ ചെയ്തു കായ്സ്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും ഫ്ലോപ്പ് ആവും, ട്രൈ ചെയ്യും ഫ്ലോപ്പ് ആവും, ട്രൈ ചെയ്യും ഫ്ലോപ്പ് ആവും. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഫൈനലി നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചു ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്നും എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ബ്രേക്ക് വന്നത്
കോമഡി ചെയ്തല്ല. ഈ നമ്മളമ്മ ഫ്രണ്ട്ഷിപ്പിന് ബ്രേക്ക് വന്നല്ലോ. ബ്രേക്ക് വന്ന സമയത്ത് മമ്മി ഡെയിലി വിളിച്ചിട്ട് ചോദിക്കും, അപ്പൊ വിളിക്കാറില്ലേ, ദീപ വിളിക്കാറില്ല. അപ്പൊ അമ്മേനോട് പറയാൻ പറ്റില്ലല്ലോ ബ്രേക്ക് ആണെന്ന്. സോ അമ്മേനോട് ഞാൻ കള്ളം പറയും. അമ്മേനോട് ഞാൻ പറയും, യെസ് മമ്മി വിളിക്കാറുണ്ട് മമ്മി. അപ്പനെ അപ്പഴും വിളിക്കും, സമാധാനം തരത്തിൽ രീതി വിളിക്കാറ്. പക്ഷെ കള്ളമായിരുന്നു മമ്മി, വിളിക്കാറില്ലായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് മിണ്ടത്തില്ലായിരുന്നു. 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് ഞങ്ങൾ തിന്നത് എന്റെ ചേച്ചി ഉണ്ടാക്കിയ അച്ചാർ. അച്ചാറിന്റെ റെസിപ്പി ആണെങ്കിൽ പറയണേ. അടുത്ത വീഡിയോയിൽ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. റെസിപ്പി ആണെങ്കിൽ പറഞ്ഞാൽ മൈലാഞ്ചിയാ, അച്ചാർ മൈലാഞ്ചി എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു, പിന്നെ എന്തിനാണ് ബ്രേക്ക് വന്നത്, എത്ര നാൾ ബ്രേക്ക് ഉണ്ടായിരുന്നു, ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്ത് ഞങ്ങൾ സെക്കൻഡ് പാർട്ട് ഇട്ടിരുന്നതായിരിക്കും അല്ലേ? നമുക്ക് ഈ വീഡിയോ വൈകിട്ട് ചെയ്യാം. വേണ്ട, തിന്നാൻ പറ്റുന്നില്ല. വീഡിയോ ഒക്കെ ഇടുന്നില്ലേ, ഇച്ചിരി ഉളുപ്പൊക്കെ വേണ്ടേ? ഇല്ല, എന്റെ വീഡിയോക്ക് യാതൊരു ഉറപ്പില്ല, കൈ ഓടിയില്ലേ. അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വട്ടം നാട്ടിൽ വരുമ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ എല്ലാവരോടും ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അതുവരെ നമ്മൾ ടാറ്റാ ബൈ ബൈ.